നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയും ചുറ്റുപാടുകളെയും സുന്ദരമായി ക്രമീകരിച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു വലിയ ഗുണമാണ്. വീട് എപ്പോഴും വൃത്തിയായും അടുക്കിലും ചിട്ടയിലും സൂക്ഷിക്കുന്നവരുടെ മാനസികാവസ്ഥയെ മനഃശാസ്ത്രപരമായും ഇസ്ലാമിക കാഴ്ചപ്പാടിലൂടെയും വിശകലനം ചെയ്യുമ്പോൾ അതിൽ മനോഹരമായ പല തലങ്ങൾ കണ്ടെത്താൻ സാധിക്കും. വൃത്തിയോടുള്ള അതിയായ താൽപ്പര്യം പലപ്പോഴും ഒരു വ്യക്തിയുടെ ആന്തരിക സമാധാനത്തിനുള്ള ശ്രമമായാണ് മനഃശാസ്ത്രം കാണുന്നത്. പുറം ലോകം അല്ലെങ്കിൽ പുറമേയുള്ള കാഴ്ചകൾ ക്രമബദ്ധമാകുമ്പോൾ അത് മനസ്സിന് ഒരുതരം ശാന്തതയും നിയന്ത്രണബോധവും നൽകുന്നു. ചിതറിക്കിടക്കുന്ന വസ്തുക്കൾ കാഴ്ചയിൽ മാത്രമല്ല ചിന്തകളിലും അവ്യക്തതയുണ്ടാക്കാൻ കാരണമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ വീട് അടക്കിപ്പെറുക്കി വെക്കുന്നത് വഴി സ്വന്തം മനസ്സിനെ കൂടി ചിട്ടപ്പെടുത്താനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇസ്ലാമിക അധ്യാപനങ്ങളിൽ വൃത്തി എന്നത് വിശ്വാസത്തിന്റെ പകുതിയായാണ് പഠിപ്പിക്കപ്പെടുന്നത്. അല്ലാഹു ശുദ്ധിയുള്ളവരെ സ്നേഹിക്കുന്നു എന്നത് ഖുർആനിക വചനമാണ്. അതിനാൽ തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വീട് വൃത്തിയാക്കുക എന്നത് വെറുമൊരു വീട്ടുജോലിയല്ല, മറിച്ച് അല്ലാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചു ചെയ്യുന്ന പുണ്യകർമ്മം കൂടിയാണ്. അത്തരമൊരു ശീലം വഴി അവർ ആത്മീയമായ ഉന്മേഷം കൂടിയാണ് ലക്ഷ്യം വെക്കുന്നത്. ചിലരെ സംബന്ധിച്ചിടത്തോളം വൃത്തിയാക്കൽ എന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള ഒരു വഴിയാണ്. ജീവിതത്തിൽ നേരിടുന്ന സങ്കീർണമായ പ്രശ്നങ്ങളിൽ നമുക്കെല്ലായ്പ്പോഴും നിയന്ത്രണം ഉണ്ടാവണമെന്നില്ല. എന്നാൽ സ്വന്തം മുറിയോ വീടോ വൃത്തിയാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതിന്റെ ഫലം കാണാൻ സാധിക്കും. ഈയൊരു പൂർത്തീകരണ ബോധം മനസ്സിലെ ഉത്കണ്ഠകളെ കുറയ്ക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ വൃത്തിക്കും സൗന്ദര്യത്തിനും വലിയ പ്രാധാന്യം നൽകിയിരുന്നു. അല്ലാഹു സുന്ദരനാണെന്നും അവൻ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നുവെന്നും അവിടുന്ന് പഠിപ്പിച്ചു. വീട് മനോഹരമായി ക്രമീകരിച്ചു വയ്ക്കുന്നവർ പ്രവാചകചര്യയെ പിന്തുടരുന്നവരാണ്. അനാവശ്യമായ സാധനങ്ങൾ കൂട്ടിയിടാതെ സൂക്ഷ്മതയോടെ ജീവിക്കുന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന മിതത്വത്തിന്റെ ഭാഗം കൂടിയാണ്. സൈക്കോളജിയിൽ ഇതിനെ കാഴ്ചയിൽ അനുഭവപ്പെടുന്ന അനാവശ്യമായ തിരക്കുകൾ ഒഴിവാക്കൽ എന്ന് വിളിക്കുന്നു. കാഴ്ചയിൽ അനുഭവപ്പെടുന്ന അമിതമായ സാധനങ്ങളുടെ സാന്നിധ്യം തലച്ചോറിനെ ക്ഷീണിപ്പിക്കും. എപ്പോഴും വീട് വൃത്തിയാക്കുന്നവർ അബോധപൂർവമായി തങ്ങളുടെ ഏകാഗ്രത നിലനിർത്താനാണ് ശ്രമിക്കുന്നത്. വ്യക്തമായ കാഴ്ചപ്പാടുകളും കൃത്യമായ തീരുമാനങ്ങളും എടുക്കാൻ വൃത്തിയുള്ള ചുറ്റുപാട് ഇവർക്ക് ഊർജം നൽകുന്നു. മലക്കുകൾ ശുദ്ധിയുള്ള ഇടങ്ങളിലാണ് പ്രവേശിക്കുക എന്ന വിശ്വാസം വിശ്വാസികളെ എപ്പോഴും വീട് ശുദ്ധിയാക്കി വയ്ക്കാൻ പ്രേരിപ്പിക്കുന്നു. അഴുക്കും ദുർഗന്ധവുമുള്ള ഇടങ്ങളിൽ നിന്ന് മലക്കുകൾ അകന്നു നിൽക്കുമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഈയൊരു ആത്മീയ ബോധം വീട് വൃത്തിയാക്കുന്നതിനെ ഒരു പുണ്യകർമ്മമായി കാണാൻ വ്യക്തികളെ പ്രാപ്തരാക്കുന്നു. സമാധാനവും ശുദ്ധിയും നിലനിൽക്കുന്ന ഒരിടമായി വീടിനെ മാറ്റാൻ അവർ സദാ പരിശ്രമിക്കുന്നു. ക്രമീകരണങ്ങളോടുള്ള ഈ ഇഷ്ടം ചിലപ്പോൾ വ്യക്തിത്വത്തിന്റെ ഭാഗമായ എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ പൂർത്തിയാക്കുക എന്ന ഗുണത്തെ സൂചിപ്പിക്കുന്നു. എല്ലാ കാര്യങ്ങളും അതിന്റെ പൂർണ്ണതയിൽ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ചെറിയ മാറ്റം പോലും അസ്വസ്ഥതയുണ്ടാക്കാം. ഇത് കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെങ്കിലും അമിതമായാൽ അത് വ്യക്തിക്ക് തന്നെ ഭാരമായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇസ്ലാമിലെ മഹത്തുക്കളായ സഹാബിവര്യന്മാരുടെ ജീവിതം പരിശോധിച്ചാൽ ലളിതവും എന്നാൽ ശുദ്ധവുമായ ജീവിതശൈലി നമുക്ക് കാണാൻ സാധിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ പ്രമുഖ സഹാബികൾ തങ്ങളുടെ ചുറ്റുപാടുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ അതീവ ശ്രദ്ധാലുക്കളായിരുന്നു. അവരുടെ വീടുകൾ ആഡംബരപൂർണമല്ലെങ്കിലും അങ്ങേയറ്റം സുന്ദരവും വ്യവസ്ഥാപിതവുമായിരുന്നു. മനഃശാസ്ത്രപരമായി നോക്കിയാൽ വൃത്തിയാക്കൽ ഒരുതരം ധ്യാനം പോലെ പ്രവർത്തിക്കുന്നു. ഒരേ താളത്തിലുള്ള ജോലികൾ ചെയ്യുമ്പോൾ മനസ്സ് ശാന്തമാകുകയും അനാവശ്യ ചിന്തകളിൽ നിന്ന് മുക്തി നേടുകയും ചെയ്യുന്നു. വീട് അടക്കിപ്പെറുക്കുന്നതിലൂടെ തങ്ങളുടെ ആന്തരിക ലോകത്തെ കൂടി ഒന്ന് ക്രമീകരിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇത് മാനസികാരോഗ്യം നിലനിർത്താൻ വലിയ പങ്ക് വഹിക്കുന്നു. അതിഥികളെ ആദരിക്കുക എന്നത് ഇസ്ലാമിലെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ അതിഥിയെ ആദരിക്കട്ടെ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും വീട് വൃത്തിയാക്കി വെക്കുന്നവർ ഏതു സമയത്തും കടന്നുവരുന്ന അതിഥികൾക്ക് സുഖകരമായ ഒരു അന്തരീക്ഷം ഒരുക്കി വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. മറ്റുള്ളവർക്ക് സന്തോഷം നൽകുക എന്ന വലിയൊരു ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട്. വൃത്തി എന്നത് ഒരു സംസ്കാരമാണ്. കുട്ടിക്കാലം മുതൽക്കേ ലഭിക്കുന്ന ശിക്ഷണങ്ങൾ ഇതിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. മാതാപിതാക്കൾ വൃത്തിക്ക് മുൻഗണന നൽകുന്നവരാണെങ്കിൽ മക്കളിലും ആ സ്വഭാവം വളർന്നു വരുന്നു. ഇത് കേവലം ഒരു ജോലിയായല്ല, മറിച്ച് തങ്ങളുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമായാണ് അവർ കാണുന്നത്. ഉത്തരവാദിത്ത ബോധമുള്ള ഒരു വ്യക്തിത്വത്തിന്റെ അടയാളം കൂടിയാണിത്. പരിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും വന്ന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് അലസത കാണിക്കാൻ സാധിക്കില്ല.
മടി പിടിച്ചിരിക്കുന്നത് ഇസ്ലാം ഇഷ്ടപ്പെടുന്നില്ല. വീട് അടക്കിപ്പെറുക്കുന്നത് വഴി ഒരു വിശ്വാസി തന്റെ അലസതയെ ദൂരീകരിക്കുകയാണ് ചെയ്യുന്നത്. സജീവമായിരിക്കുക എന്നത് ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് അത്യാവശ്യമാണെന്ന് ഇസ്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വീട് വൃത്തിയാക്കുന്നത് ചിലരിൽ സന്തോഷം നൽകുന്ന ശാരീരിക ഹോർമോണുകളുടെ ഉൽപ്പാദനത്തിന് കാരണമാകുന്നു. ഓരോ സാധനവും അതിൻ്റെ സ്ഥാനത്ത് വെച്ച് കഴിയുമ്പോൾ ലഭിക്കുന്ന ആ തൃപ്തി ഒരു പോസിറ്റീവ് എനർജി നൽകുന്നു. ഈ സന്തോഷം ജീവിതത്തിലെ മറ്റ് വെല്ലുവിളികളെ നേരിടാൻ അവരെ പ്രാപ്തരാക്കുന്നു. ചുരുക്കത്തിൽ വീട് സുന്ദരമാക്കുന്നത് വഴി അവർ തങ്ങളുടെ സന്തോഷത്തെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്നിവരോട് കഅബാലയം വൃത്തിയാക്കാൻ അള്ളാഹു കൽപ്പിച്ചത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധമായ ഇടങ്ങൾ വൃത്തിയാക്കുന്നത് പ്രവാചകന്മാരുടെ കൂടി ചര്യയാണ്. ഈയൊരു ബോധം വിശ്വാസികളെ പ്രേരിപ്പിക്കുന്നത് തന്റെ വീടും അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുന്ന ഇടമാക്കി മാറ്റാനാണ്. വീട് വൃത്തിയാക്കുന്നതിനെ അമിതമായ ഒരു മാനസിക അസ്വാസ്ഥ്യമായി കാണേണ്ടതില്ല. മറിച്ച് അതൊരു ചിട്ടയായാണ് പലരും കൊണ്ടു നടക്കുന്നത്. മനസ്സിന്റെ അസ്വസ്ഥതകൾ ഒഴിവാക്കാൻ ചിലർ ഈ മാർഗം സ്വീകരിക്കുന്നു. എല്ലാം കൃത്യമായി ഇരിക്കുമ്പോൾ അവർക്ക് സുരക്ഷിത ബോധം അനുഭവപ്പെടുന്നു. ഇത് ജീവിതത്തിലെ ക്രിയാത്മകത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. സഹാബി വനിതകളുടെ ചരിത്രം നോക്കിയാൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തന്റെ വീട്ടുജോലികൾ അങ്ങേയറ്റം ആത്മാർത്ഥതയോടെ ചെയ്തിരുന്നതായി കാണാം. വീട് വൃത്തിയാക്കുന്നതും ധാന്യം പൊടിക്കുന്നതുമെല്ലാം അവർ വലിയ പുണ്യമായി കണ്ടിരുന്നു. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട് അവരുടെ സാമ്രാജ്യമാണ്. അത് ഭംഗിയായി സൂക്ഷിക്കുന്നത് കുടുംബത്തിന്റെ ഐശ്വര്യമായി ഇസ്ലാം കാണുന്നു. നന്നായി ക്രമീകരിച്ച ഒരു വീട് അവിടെയുള്ള താമസക്കാരുടെ മാനസിക നിലവാരം ഉയർത്തുന്നു. ചിതറിക്കിടക്കുന്ന വസ്ത്രങ്ങളും പാത്രങ്ങളും കുടുംബാംഗങ്ങൾക്കിടയിൽ അസ്വസ്ഥതയും കലഹവും ഉണ്ടാക്കാൻ കാരണമായേക്കാം. എന്നാൽ വീടെപ്പോഴും വൃത്തിയായി വെക്കുന്നവർ കുടുംബത്തിലെ എല്ലാവർക്കും സമാധാനപരമായി ഇരിക്കാനുള്ള ഒരു ഇടം ഒരുക്കി നൽകുകയാണ് ചെയ്യുന്നത്. മനഃശാസ്ത്രവും ഇസ്ലാമും ഒരുപോലെ ഊന്നിപ്പറയുന്ന കാര്യമാണ് ശുദ്ധി. അത് ശരീരത്തിലായാലും വസ്ത്രത്തിലായാലും താമസിക്കുന്ന ഇടത്തിലായാലും ശരി. അകവും പുറവും വൃത്തിയായി സൂക്ഷിക്കുന്ന ഒരാൾക്ക് അല്ലാഹുവുമായുള്ള ബന്ധം ദൃഢമാക്കാൻ എളുപ്പമാണ്. നമസ്കാരം പോലുള്ള കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ വൃത്തിയുള്ള ഒരു അന്തരീക്ഷം അത്യാവശ്യമാണ്. ചുരുക്കത്തിൽ വീട് എപ്പോഴും അടക്കിപ്പെറുക്കി വൃത്തിയാക്കി വെക്കുന്നവരുടെ മാനസികാവസ്ഥ വളരെ ഉന്നതമാണ്. അവർ ഒരേ സമയം പ്രായോഗിക ബുദ്ധിയും ആത്മീയ ബോധവുമുള്ളവരാണ്. വൃത്തി എന്നത് കേവലം ബാഹ്യമായ ഒന്നല്ല, മറിച്ച് മനസ്സിന്റെ നിർമ്മലതയുടെ പ്രതിഫലനമാണ്. ചിട്ടയായ ജീവിതവും വൃത്തിയുള്ള ചുറ്റുപാടും ഒരു മനുഷ്യനെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണനാക്കുന്നു. മനഃശാസ്ത്രപരമായ സുരക്ഷിതത്വവും ഇസ്ലാമികമായ പുണ്യവും ഒത്തുചേരുന്ന മനോഹരമായ ഒരു ശീലമാണിത്. അമിതമായ ഉത്കണ്ഠയില്ലാതെ സ്നേഹത്തോടെയും ആത്മസംതൃപ്തിയോടെയും വീട് പരിപാലിക്കുന്നവർ തങ്ങളുടെ ജീവിതത്തെ തന്നെ സുന്ദരമായി ക്രമീകരിക്കുന്നവരാണ്. അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിക്കട്ടെ.